ആസിഫ് അലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി വരുന്നു. സിനിമ നിർമ്മിക്കാമെന്ന പേരിൽ തിരുവനന്തപുരം സ്വദേശി തൗഷീഖ് ആണ് 1.55 കോടി രൂപ തട്ടിയെടുത്തു എന്ന പരാതി നൽകിയിരിക്കുന്നത്. ഹരിപ്പാട് സ്വദേശി വിവേക് വിശ്വമാണ് പരാതിക്കാരൻ. കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുന്നു. ഷീന, ഈ ആഭ്യന്തര കുറ്റവാളി സിനിമയ്ക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയരുന്നത് ആദ്യമല്ല. ഇതിനു മുൻപും ഈ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു വേള ഈ സിനിമയുടെ റിലീസ് പോലും എറണാകുളം ജില്ലാ കോടതി തടഞ്ഞതാണ്. ഇപ്പോൾ ഈ പുതിയ പരാതിയുടെ ഉറവിടം എന്താണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതു, തീർച്ചയായും ആ പരാതിയുടെ ബാക്കി പത്രമായിട്ട് തന്നെ ആയിരിക്കണം പിന്നീട് ഇപ്പോൾ വിവേക് വിശ്വവും ഒരു പരാതി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആഭ്യന്തര കുറ്റവാളി എന്ന പടം ഇപ്പോൾ ബാനറിലുള്ളത് നൈസാം സലാം പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവരാണ് ഈ ചിത്രം റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ നൈസാം സലാം പ്രൊഡക്ഷൻസിന് മുൻപ് ഹാൻഡ് ഓവർ അല്ലെങ്കിൽ അവർക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ ഈ വിവേക് വിശ്വം എന്നയാളിൽ നിന്നും ഈ പറയുന്ന ബൂമറാങ് എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ തൗഷിഖ് ആർ ഏകദേശം 1.55 കോടി രൂപയോളം വാങ്ങി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ ആക്കാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്നും ഇത്രയധികം പണം തട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത്രയധികം വലിയ സാമ്പത്തിക തട്ടിപ്പ് ഈ അണിയറ പ്രവർത്തകർ നടന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ റിലീസാകുന്നതിന് 3 മാസം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ സിനിമ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇതേപോലെ ഇനിയും ഒരുപാട് പേരിൽ നിന്ന് ഈ തൗഷിഖ് ആർ എന്ന വ്യക്തി പണം തട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ വിവേക് വിശ്വം പറഞ്ഞത്. അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് പൈസ സമാഹരിച്ചാണ് ഈ പറയുന്ന വ്യക്തി ഈ പത്രം അല്ലെങ്കിൽ ഈ പടം ഈ പറയുന്ന രീതിയിൽ നൈസാം സലാം പ്രൊഡക്ഷൻ്റെ ബാനറിൽ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. വലിയൊരു തട്ടിപ്പാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. സേതു. ശരി ഷീന.